ഇ.ഡി. റെയ്ഡിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇന്ന് സിപിഎം സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിനാണ് ആഹ്വാനം ചെയ്തത്. അതിനിടെയാണ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ രാഗേഷിന്റെ പ്രസ്താവന വരുന്നത്. കണ്ണൂരിൽ പിണറായിയിലെ വീട്ടിന് മുന്നിൽ വെച്ച് കെ രാഗേഷ് പറഞ്ഞ വാചകങ്ങൾ ഇതായിരുന്നു: UDF തകർന്നാൽ BJPക്ക് ഗുണമില്ല. കാരണം BJPക്ക് സ്വാധീനിക്കാൻ കഴിയുന്ന ജനവിഭാഗങ്ങൾ CPM-ലാണുള്ളത്. മതേതര പാർട്ടിയാണെന്ന് പറയുന്ന CPM-ന്റെ ജില്ലാ സെക്രട്ടറി പറഞ്ഞ വാക്കുകളുടെ ചുരുക്കം എന്താണ്? മറ്റൊന്നുമല്ല, ഞങ്ങളെ പിന്തുണയ്ക്കുന്നവർ ഹിന്ദുക്കളാണെന്നും അവരെ BJP സ്വാധീനിച്ചേക്കുമെന്നും പറഞ്ഞു വയ്ക്കുകയാണ് അദ്ദേഹം. തെരഞ്ഞെടുപ്പ് സമയത്ത് ഭൂരിപക്ഷ പ്രീണനത്തിന് ശ്രമിച്ച ഇടതുമുന്നണിക്ക് കാലിടറിയത് നമ്മൾ കണ്ടതാണ്. എന്നിട്ടും ഹിന്ദുക്കളാണ് ഞങ്ങളുടെ വോട്ട് ബാങ്ക് എന്ന് പറഞ്ഞു വയ്ക്കുന്നതിന്റെ അർത്ഥം എന്താണ് എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. പ്രമോദ് സർ, എന്താണ് കെ രാഗേഷ് യഥാർത്ഥത്തിൽ പറഞ്ഞു വെച്ചത്? ആ പ്രസ്താവനയിലൂടെ എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചത്? ദിവ്യ, ഇത് കഴിഞ്ഞ ദിവസം കെ രാഗേഷ് നടത്തിയ മറ്റൊരു പ്രസ്താവനയുടെ തുടർച്ചയായിട്ട് കാണേണ്ടി വരും. ഒന്നാമത്തെ കാര്യം, കാരണം മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും മതം പറഞ്ഞ് വോട്ട് പിടിച്ച്, പള്ളി പറഞ്ഞ് വോട്ട് പിടിച്ചതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ന്യൂനപക്ഷ വർഗീയത തിമിർത്താടിയതാണ് എന്നൊക്കെ പറഞ്ഞതിന്റെ തുടർച്ചയായിട്ടാണ്. അപ്പൊ ഇത് രാഗേഷ് ഈ പറഞ്ഞതിന്റെ അർത്ഥം, രാഗേഷ് ഒരുപക്ഷെ പ്രത്യക്ഷത്തിൽ അത് ഞങ്ങൾ ഹിന്ദു വോട്ട് ബാങ്കിന്റെ ആളാണ്, അല്ലെങ്കിൽ CPM എന്ന് പറയുന്നത് ഒരു ഹിന്ദു പാർട്ടിയാണ് എന്ന നിലയിൽ ആളുകൾ മനസ്സിലാക്കിക്കോട്ടെ എന്ന് പറഞ്ഞതാവണമെന്നില്ല. അതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, പറഞ്ഞു വരുന്നത് ഉള്ളിലുള്ള യഥാർത്ഥ വസ്തുതയാണ്. അതാണ് അത് പുറത്തു വരുമ്പോഴാണ് മനസ്സിലാവുന്നത് അതിന്റെ നിറം ഇതാണ് എന്നുള്ളതാണ്. അല്ലാതെ ഒരാൾ പച്ചയ്ക്ക് CPM-നെ കുറിച്ച് CPM-ന്റെ ഒരു ജില്ലാ സെക്രട്ടറി അങ്ങനെ പറയുന്നത് നമുക്ക് വിചാരിക്കാൻ കഴിയില്ലല്ലോ. പക്ഷേ ഉള്ളിൽ നിന്ന് വരുന്നത് ഇതാണ്. കാരണം വെച്ചാൽ ഉള്ളിൽ അതാണ് ഉള്ളത്, അത് നിറച്ചു വെച്ചിരിക്കുകയാണ്, ആ വിചാരം നിറച്ചു വെച്ചിരിക്കുകയാണ്. നമ്മൾ എന്ന് പറയുന്നത് ഈ ഹിന്ദുക്കൾ ഉൾപ്പെട്ട ആ മെജോറിറ്റേറിയൻ സങ്കല്പത്തിൽ തന്നെയാണ് ഇപ്പോഴും അവർ നിൽക്കുന്നത്. ഒന്ന് ആലോചിക്കേണ്ടത്, ആ പാർട്ടിയോടൊപ്പം നിൽക്കുന്ന മുസ്ലിം മതവിശ്വാസികളായിട്ടുള്ള ആളുകളുടെ എപ്പോഴും ഇവർ പറയുമല്ലോ, വിശ്വാസികളെ ഞങ്ങൾ കൂടെ നിർത്തും, വിശ്വാസികളെയും കൂടി ചേർത്ത് നിർത്തിക്കൊണ്ട് മാത്രമേ വർഗീയതയെ നേരിടാൻ കഴിയുള്ളൂ എന്നൊക്കെ വലിയ ഘോരഘോരം പ്രസംഗിക്കുന്ന ആൾക്കാരാണ്. അവിടെ കൂടെ നിൽക്കുന്ന അവരുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ. എന്തുമാത്രം അവഹേളിതരാണ് അവര് ഈ പറയുന്ന പ്രസ്താവന കൊണ്ട് മാത്രം എന്ന് ആലോചിച്ച് നോക്കൂ. ഒരൊറ്റ പ്രസ്താവന കൊണ്ട്, കെ രാഗേഷിന്റെ ഇന്നത്തെ പ്രസ്താവന കൊണ്ട് മാത്രം ആ സഖാക്കൾ, ആ CPM-നകത്തുള്ള മുസ്ലിം മതവിശ്വാസികളായ സഖാക്കൾക്കുണ്ടാകുന്ന അപമാനവും അവഹേളനവും എത്രത്തോളമാണ്? അത് അവർ ചിന്തിക്കേണ്ടതാണ്, ഈ പാർട്ടി ചിന്തിക്കേണ്ടതാണ്. കെ രാഗേഷിനെതിരെ അല്പമെങ്കിലും ഈ പാർട്ടിക്ക് മതനിരപേക്ഷതയോട് കൂറുണ്ടെങ്കിൽ അവർ നടപടിയെടുക്കേണ്ടതാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അത്രയ്ക്ക് എന്താ പറയുക, ഗ്ലെയറിംഗ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, ഈ നമ്മള് കുറെ കാലമായിട്ട് CPM പിന്തുടരുന്ന ഈ നിലപാടിനെ കുറിച്ച്, സോഫ്റ്റ് ഹിന്ദുത്വ നിലപാടിനെ കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് പറയും. അപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് എന്താണ്? അല്ല, അതിനകത്ത് ഇതൊരു ഇലക്ഷൻ സ്ട്രാറ്റജിയാണ്, ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രം എന്ന നിലയിലോ അല്ലെങ്കിൽ ഒരു അടവ് എന്ന നിലയിലോ ഒക്കെ ഇങ്ങനെ കാണിക്കുകയാണ്. അപ്പൊ അതിന്റെ ഫലമായിട്ട് എന്താ പറയാ, ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അവരുടെ നിലപാട് മാറും, അല്ലെങ്കിൽ പോട്ടെ, പൊതുവായി തന്നെ ഒരു ബേസിക്കലി അവരുടെ നിലപാടിൽ അങ്ങനെയൊന്നും കാണില്ല എന്നുള്ളത്. പക്ഷെ ഞാൻ ഉറപ്പ് പറയാം, CPM-ന്റെ ഒരു നേതാക്കൾ, ഒരു നില വരെയുള്ള നേതാക്കളെ ഒരു കാര്യമായി തന്നെ ഒന്ന് ഓഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരിൽ മിക്കവരിലും ഈ ചിന്ത ഉണ്ട് എന്നുള്ളത് നമുക്ക് വ്യക്തമാവും എന്നുള്ളതാണ്. അവരിൽ മിക്കവരിലും ഈ ചിന്ത ഉണ്ടെന്ന് നമുക്കിപ്പോൾ എന്താ വെച്ചാൽ, നമ്മൾ മുതിർന്ന നേതാക്കളുമായിട്ട് അവരെ ഡിസെക്ട് ചെയ്ത് നോക്കാനോ ഒന്നും നമ്മൾ പോകുന്നില്ല. പക്ഷെ നമ്മളുമായിട്ട് ഇടപെടുന്ന ധാരാളം സഖാക്കൾ വരുന്ന ഒരു ഏരിയ ഉണ്ട്. അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ സംസാരിക്കുന്ന ആളുകളുടെ ഈ അവർ കൺസെപ്റ്റൊക്കെ വരുന്നത് അവരുടെ സംസാരത്തിൽ യാദൃച്ഛികമായിട്ടൊക്കെ വരികയാണ്. അതെന്താന്ന് വെച്ചാൽ അതിന് അത്രയധികം ഉള്ളിൽ ഉറച്ച ഒരു സംഗതി ആയതുകൊണ്ടാണ് ഇത് വരുന്നത്. നമ്മളിപ്പോ അവരെ ആയാലും നമ്മൾ കൂടെ കൂട്ടണ്ടേ എന്ന മട്ടിലുള്ള ഒരു എന്താ പറയാ, ഒരു അതർ സങ്കല്പം അതിങ്ങനെ എപ്പോഴും മനസ്സിൽ വരികയാണ്. അപ്പൊ അതുകൊണ്ട് ഇത് എത്രത്തോളം എന്താ പറയാ, വളരെ കണക്കുകൂട്ടിയുള്ള, വളരെ കുലങ്കഷമായ ആലോചനയിലൂടെ ഈ പാർട്ടി ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെങ്കിൽ അത് തിരുത്താൻ എത്ര കണ്ട് അവർ ശ്രമിക്കുന്നുണ്ടോ അത്രയും മാത്രമേ ആ പാർട്ടിക്ക് ഈ സമൂഹത്തിൽ പ്രസക്തി ഉണ്ടാവുകയുള്ളൂ. കേരളീയ സമൂഹം ഒരു തവണ ഇവർക്ക് തെരഞ്ഞെടുപ്പിലൂടെ, ബാലറ്റിലൂടെ ഇവർക്ക് ഒരു മുന്നറിയിപ്പ് കൊടുത്തു കഴിഞ്ഞു. ഇനിയും ഇത് തന്നെയാണ് തുടരാൻ പോകുന്നതെങ്കിൽ പാർട്ടിയുടെ അവസാനമായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം. അപ്പോൾ നൗഫൽ, എത്രയൊക്കെ മതനിരപേക്ഷതയാണ് എന്ന് പറഞ്ഞ് അഭിനയിച്ചാലും ഒരിക്കലെങ്കിലും ആ ഉള്ളിലുള്ള വാസ്തവം, ആ യാഥാർത്ഥ്യം, ആ സത്യം അത് പുറത്തു വരുമെന്നതാണോ രാകേഷിന്റെ ഈ പ്രസ്താവനയിലൂടെ കാണേണ്ടത്?
അല്ല, അന്ന് രാകേഷ് നേരത്തെ സാറ് സൂചിപ്പിച്ച ആ പ്രസ്താവന തെരഞ്ഞെടുപ്പ് തോൽവിയെ സംബന്ധിച്ച് കല്യാശ്ശേരിയിൽ നായനാർ ദിനത്തിലാണെന്ന് തോന്നുന്നു അങ്ങനെ ഒരു പ്രസംഗം നടത്തിയപ്പം ആ പ്രസ്താവന അദ്ദേഹം പിന്നീട് വിശദീകരിക്കുന്നുണ്ട്. അതായത് ന്യൂനപക്ഷ വർഗീയത തിമിർത്താടിയതാണ് പരാജയ കാരണം എന്നാണല്ലോ അദ്ദേഹം പറഞ്ഞിരുന്നത്. പള്ളി നോക്കി മതം നോക്കി വോട്ട് ചോദിച്ചു, അങ്ങനെ വോട്ട് വാങ്ങി ജയിച്ചതാണ്, അതാണ് തോൽവിക്ക് കാരണമെന്നാണല്ലോ അദ്ദേഹം പ്രസംഗിച്ചത്. പിന്നീട് അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വളരെ വിശദീകരിച്ച് പറയുന്നുണ്ട്. അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം ഭയങ്കരമായി ശ്രമിക്കുന്നുണ്ട്. ഞാൻ അത് മാത്രമല്ല പറഞ്ഞത്, ഇതും പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ വിശദമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താണ്, അദ്ദേഹം അതിലൊരു തിരുത്തൽ വരുത്തും, ഇനി അങ്ങനെ പറയില്ല എന്നുള്ളതാണ്. പക്ഷേ ഇന്നത്തെ പ്രസ്താവന കണ്ട് നമ്മൾ അന്താളിച്ചു പോവുകയാണ്. ഇന്ന് അദ്ദേഹം ആ പറഞ്ഞതിന് അടിവരയിടുകയും എന്ന് മാത്രമല്ല ഒരു സ്റ്റെപ്പ് അധികം നിന്നുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെയാണ് എന്ന് പ്രസ്താവിക്കുകയാണല്ലോ ചെയ്യുന്നത്. അതായത് BJPക്ക് സ്വാധീനിക്കാൻ കഴിയുന്നത് ഞങ്ങളുടെ കൂടെയുള്ളവരെ മാത്രമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്ര അപകടകരമായ പ്രസ്താവനയാണ്. ഈ പ്രസ്താവന പറഞ്ഞ് മണിക്കൂറുകളായിട്ടും എത്ര പേർ ഇതേക്കുറിച്ച് ചർച്ച ചെയ്തു എന്നുള്ളത് നമ്മളെ ഭയപ്പെടുത്തുന്നുണ്ട്. കാരണം സാംസ്കാരിക ലോകത്തു നിന്നൊക്കെ ഇത്തരം പ്രസ്താവനകൾക്കെതിരെ എത്രത്തോളം തീവ്രമായി ആളുകൾ പ്രതികരിച്ച് കാണാറുണ്ട്. പക്ഷെ ആരെങ്കിലും അത്തരത്തിലൊരു പ്രതികരണം ഇതുവരെ വന്നോ? ഒന്നും വന്നില്ല. വാർത്തകളിൽ വരുന്നതല്ലാതെ ഈ അപകടം പിടിച്ച പ്രസ്താവനയ്ക്കെതിരെ ആരെങ്കിലും പ്രതികരിച്ചു? CPMന്റെ അനുഭാവി വൃന്ദമുണ്ടല്ലോ, അനുഭാവികളായ ആളുകൾ, അതിൽ എല്ലാ വിഭാഗം ആളുകളുണ്ടല്ലോ, അതിലൊരു ജനവിഭാഗം മാത്രമല്ലല്ലോ ഉള്ളത്. എത്ര ന്യൂനപക്ഷ വിഭാഗത്തിലെ എത്രയെത്ര ആളുകൾ ഇത്തവണയും ഈ തെരഞ്ഞെടുപ്പിൽ അമ്പേ പരാജയപ്പെട്ട CPMന് LDFന് വോട്ട് ചെയ്തിട്ടുണ്ടാകും. അവരുടെ മനസ്സിൽ ഇപ്പോഴെന്തായിരിക്കും? ഞങ്ങൾ ഇപ്പോൾ ആരുടെ കൂടെയാണ് എന്ന് അവർക്കൊരു അനാഥത്വം ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടാവില്ലേ? അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരം പ്രസ്താവനകൾ ഉത്തരവാദിപ്പെട്ട ഒരു പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയിൽ നിന്ന് വരുന്നത് എന്നുള്ളതാണ്. അതും ഈ ഒരു ഘട്ടത്തിൽ, അതായത് ഈ നേരത്തെ നിഷാദ് സൂചിപ്പിച്ചതുപോലെ ഇന്ന് EDയുടെ റെയ്ഡ് വരുന്നു, പിണറായി വിജയന്റെ വീടുകളിൽ റെയ്ഡ് വരുന്നു. സ്വാഭാവികമായും അവരുടെ ആക്ഷേപമുന, അവരുടെ ആരോപണമുന എല്ലാം അങ്ങോട്ടേക്ക് പോകേണ്ട, സംഘപരിവാറിലേക്ക് പോകേണ്ട ഘട്ടത്തിൽ, നരേന്ദ്രമോദിയിലേക്ക് പോകേണ്ട ഘട്ടത്തിൽ ആണ് ഇക്കാര്യം പറയുന്നത് എന്നുകൂടി നമ്മൾ ഓർത്ത് നോക്കുക. അപ്പം ഇവർക്ക് വോട്ട് ചെയ്ത അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടി അധ്വാനിച്ച ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ ആളുകൾ എന്താണ് ഇനി അവരോട് ചോദിക്കേണ്ടത്? ഞങ്ങൾ ഇനി ആരുടെ കൂടെയാണ് നിൽക്കേണ്ടതെന്ന് ചോദിച്ചാൽ എന്താണ് KK രാഗേഷ് മറുപടി പറയുക? ആ ചോദ്യത്തിന് ഉത്തരം പറയാതെ KK രാഗേഷിന് ഇനി അടുത്ത ഫേസ്ബുക്കിൽ വന്നിട്ട് കാര്യമില്ല എന്നാണ് എനിക്ക് പറയാം. യെസ് നൗഫൽ, അപ്പോൾ ക്ഷമിക്കണം റാവു, ഇവിടെ വലിയ തിരിച്ചടി ഈ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ നേരിടേണ്ടി വന്നു. പക്ഷേ എന്നിട്ടും എവിടെയാണ് ഈ തിരുത്തൽ വേണ്ടത്, തെറ്റുപറ്റിയത് എവിടെയാണ് എന്ന യാഥാർത്ഥ്യം ഇപ്പോൾ CP മനസ്സിലാക്കിയിട്ടില്ലെന്നാണോ നമുക്ക് ഈ പ്രസ്താവനയിൽ നിന്ന് കാണേണ്ടത്? അത് എനിക്ക് തോന്നുന്നു പലതരത്തിലെടുക്കാം. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഒരു തെരഞ്ഞെടുപ്പ് കാലത്തേക്ക് മാത്രം, ഒരു 2-3 മാസത്തെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്തേക്ക് മാത്രം നമ്മൾ ഈ ഡിവൈഡ് എന്ന് പറയുന്ന സംഗതിയെ, വിഭജനത്തെ, വർഗീയതയെ ഒരു സാധുതയാക്കി പ്രയോജനപ്പെടുത്താം. അതിനുശേഷം വിട്ടുകളയാം. അതിനുശേഷം മതനിരപേക്ഷതയിലേക്ക് മടങ്ങാം എന്നാരെങ്കിലും തീരുമാനിച്ചാൽ അത് നടക്കുന്ന കാര്യമാണ്. വെറുപ്പ്, ഇപ്പം ഹിറ്റ്ലർ പറയുന്നുണ്ട്, സ്നേഹത്തെക്കാൾ ആയുസ് വെറുപ്പിനുണ്ട് എന്ന്. വെറുപ്പ് നിങ്ങളുടെ മനസ്സിൽ തറച്ചു കഴിഞ്ഞാൽ അത് പുറത്തു കടക്കാൻ വലിയ പാടാണ്. ആ വെറുപ്പിന് ശമനം ഉണ്ടാവുകയും വീണ്ടും സ്നേഹത്തിന്റെ പാതയിലേക്ക് നിങ്ങൾ തിരിച്ചു വരാൻ സമയം കൂടുതലെടുക്കും. പക്ഷെ രണ്ട് മനുഷ്യർക്കിടയിലുള്ള സ്നേഹം പെട്ടെന്ന് അവസാനിക്കും. ഏത് ചെറിയ ചെറിയ പ്രകോപനം കൊണ്ട് അവസാനിക്കാം. പക്ഷെ വെറുപ്പ് അങ്ങനല്ല. വെറുപ്പ് നമ്മുടെ ഉള്ളിൽ വരികയും ആ വെറുപ്പ് നിലനിർത്താൻ നമ്മൾ തന്നെ കാരണങ്ങൾ കണ്ടെത്തിക്കൊണ്ടേയിരിക്കും. അതാണ് നമ്മുടെ മാനസിക നിലയുടെ ഒരു പ്രത്യേകത. യാഥാർത്ഥ്യമാണ്. സോ നിങ്ങളൊരു തെരഞ്ഞെടുപ്പ് കാലത്തേക്ക് അടവ് നയമെന്നോ മറ്റോ പേരിട്ട് വെറുപ്പിനെ ഉപയോഗിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ തെരഞ്ഞെടുപ്പ് കാലം കഴിയുമ്പോൾ നിങ്ങൾ സ്വിച്ച് ഓഫ് ചെയ്താൽ ഈ വെറുപ്പ് ഇറങ്ങിപ്പോകത്തില്ല. അത് അപകടകരമാം വിധം നമ്മുടെ സാമൂഹ്യ മണ്ഡലത്തിൽ പടർന്നു കഴിഞ്ഞിരിക്കും. അത് പിന്നീട് മനുഷ്യർക്കിടയിൽ വിഭജനമുണ്ടാക്കും, അത് കലാപങ്ങൾ ഉണ്ടാക്കും, ആളെ കൊല്ലും. അതാണ് നമ്മൾ ഇന്ത്യയിൽ പലയിടത്തായി കണ്ടുകൊണ്ടേയിരിക്കുന്നത്. CPIM ആലോചിക്കേണ്ട കാര്യം അതാണ്. അതായത് വെള്ളാപ്പള്ളി നടേശൻ ഇറങ്ങി നിന്ന് കേരളത്തിൽ വർഗീയത പയറ്റിക്കൊണ്ടിരിക്കുമ്പോൾ സ്പോട്ടിൽ അതിനെ തടയാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ അത് കേരളത്തിന്റെ സാമൂഹ്യ ശരീരത്തിലേക്ക് പതിയെ പതിയെ പ്രവേശിക്കും. അത് വെറുപ്പിന്റെ വാണിഭക്കാർക്ക് തെരഞ്ഞെടുപ്പ് വിജയങ്ങൾ ഉണ്ടാക്കി കൊടുക്കും. പിന്നീട് പലതരത്തിലുള്ള കലാപങ്ങൾ ഉണ്ടാക്കും. മനുഷ്യന്മാർക്കിടയിലുണ്ടായിരുന്ന സൗഹൃദാന്തരീക്ഷം തകരും. അപ്പൊ ഇത് എന്ന് പറയുന്ന സംഗതി, ഇത് എടുത്ത് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, നിരന്തരമായി ഈ സംഗതി പ്രയോഗിക്കുന്ന ആളുകളിലേക്കും സന്നിവേശിക്കപ്പെടും. നമ്മളിപ്പോൾ കാണുന്ന എന്താണ്? CPIMന്റെ ഒരു പ്രധാനപ്പെട്ട പദവിയിലിരിക്കുന്ന KK രാഗേഷിനെ പോലെ ഒരാൾ പറയാൻ പാടില്ലാത്ത ഒരു വർത്തമാനം അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് എങ്ങനെ വന്നു? ഉള്ളിലില്ലാതെ അത് വരില്ല. നോക്കൂ, അദ്ദേഹം പറഞ്ഞതിന്റെ അപകടങ്ങൾ ഇപ്പം നേരത്തെ പ്രമോദ് സാർ പറഞ്ഞല്ലോ. ഞങ്ങളുടെ പാർട്ടിയിലെ അനുഭാവി വൃന്ദങ്ങളെയാണ്, ജനവിഭാഗങ്ങളെയാണ് BJPക്ക് സ്വാധീനിക്കാൻ എളുപ്പം എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? അതായത് ഞങ്ങളുടെ പാർട്ടിയിലെ ആളുകൾ ഏത് സമയത്തും സ്വിച്ചിട്ട പോലെ BJPയിലേക്ക് പോകാൻ കഴിയുന്നവരാണ്. ത്രിപുരയിലെയും പശ്ചിമ ബംഗാളിലെയും ഒക്കെ പോലെ കേരളത്തിലെയും CPIMനെ പിന്തുണയ്ക്കുന്ന ജനവിഭാഗങ്ങൾ BJPയിലേക്ക് പോയി കളയുമെന്നൊരു CPM നേതാവ് സമ്മതിക്കുകയാണ്.
അതിൽ പരം ഒരു പരാജയം ആ പാർട്ടിക്ക് ഏറ്റുവാങ്ങാനുണ്ടോ ഈ രാത്രിയിൽ? ഈ ED റെയ്ഡിനെതിരെ നടത്തുന്ന വലിയ പ്രക്ഷോഭങ്ങളുടെയും സമരങ്ങളുടെയും ഒക്കെ കാഴ്ച നമ്മൾ കാണുന്നു. പക്ഷെ ആ പാർട്ടി അകത്തേക്കൊന്ന് തിരിഞ്ഞു നോക്കണം. ഇന്നത്തെ രാത്രിയിൽ എന്താണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട സഖാവ് പറഞ്ഞിരിക്കുന്ന കാര്യം? അതായത് ഈ പാർട്ടിക്ക് വേണ്ടി തെരുവിലിറങ്ങി നിൽക്കുന്ന ഈ ആൾക്കൂട്ടം നാളെ എപ്പോൾ വേണമെങ്കിലും BJP-യിൽ പോയേക്കാം. പിണറായി വിജയന് വേണ്ടി സിന്ദാബാദ് വിളിക്കുന്ന, പിണറായി വിജയന് വേണ്ടി ED-യുടെ വണ്ടി തടഞ്ഞു നിർത്തുന്ന ഈ ആൾക്കൂട്ടം, ഈ സഖാക്കളുടെ കൂട്ടം നാളെ BJP-യിൽ പോകാൻ സാധ്യത ഉള്ളവരാണെന്ന് സാക്ഷ്യപ്പെടുത്തിയ വർത്താനം പറയുകയാണ് KK രാഗേഷിനെ പോലെ ഒരു കോമ്രേഡ്. അത് ഗുരുതരമാം വിധം സഖാക്കളെ ആകമാനം അപമാനിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതിന് ആ മനുഷ്യൻ വിശദീകരണം കൊടുക്കണ്ടേ? പിന്നൊരു കാര്യം, ഞങ്ങളുടെ പാർട്ടിയിലുള്ളത്, നേരത്തെ പറഞ്ഞു ഞങ്ങളുടെ പാർട്ടിയിലുള്ളത് മെജോറിറ്റി സമുദായത്തിൽപ്പെട്ട ഹിന്ദുക്കളാണ് എന്ന് സമ്മതിക്കുകയാണ്. അതിൽ തെറ്റൊന്നുമില്ല. അതിന്റെ വസ്തുതാപരമായി പരിശോധിച്ചാൽ ഹിന്ദു സമുദായം ഏറ്റവും കൂടുതൽ അണിനിരന്നിരിക്കുന്ന പാർട്ടികളൊന്നും CPIM ആണ്. പക്ഷെ ആ ഹിന്ദുക്കൾ മാത്രമേ സംഘപരിവാർ പാളയത്തിലേക്ക് പോകാൻ സാധ്യതയുള്ളൂ എന്ന് പറയാൻ ഇദ്ദേഹം ആരാണ്? അതായത് ഞങ്ങളുടെ പാർട്ടിയിൽ ഹിന്ദുക്കളുണ്ട്, അവർ സംഘപരിവാറിലേക്ക് പോയി, എന്താ വേറെ ആരും പോവില്ലേ? നരേന്ദ്രമോദിക്ക് വോട്ട് ചെയ്യാൻ തയ്യാറായിട്ട് ഹിന്ദുക്കൾ മാത്രമേ പോകൂ. ഞങ്ങളുടെ പാർട്ടിയിൽ കൂടുതലുള്ള അവരാണ്. ഞങ്ങളുടെ പാർട്ടിയിലുള്ള മുസ്ലിങ്ങളെ, ക്രിസ്ത്യാനികളെ ഞങ്ങൾ കണക്കിൽ കൂട്ടിയിട്ടില്ല എന്നെങ്ങനെ ഒരു സഖാവിന് പറയാൻ പറ്റും? രണ്ടാമത്തെ കാര്യം, കേരളത്തിലെ അപ്പുറത്തുള്ള ഒരു മുന്നണി, ഇവരും ഒരു മതനിരപേക്ഷ മുന്നണിയുടെ ഭാഗമാണ്. അപ്പുറത്ത് കേരളം ഇന്ന് ഭരിക്കുന്ന ഒരു മതനിരപേക്ഷ മുന്നണിയാണ്. ആ മതനിരപേക്ഷ മുന്നണിയിലുള്ളത് മുഴുവൻ ആരാണ്? മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളുമാണ്. ആ മതനിരപേക്ഷ മുന്നണി മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും മുന്നണിയാണ്, ഹിന്ദുക്കളുടെ മുന്നണിയല്ല എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഇവിടുത്തെ കാര്യം മാത്രമല്ല അർത്ഥാക്കുന്നത്, അപ്പുറത്തും പറയുന്നുണ്ട്. ജയിച്ചു വന്നിരിക്കുന്നത് ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും ഒരു മുന്നണിയാണ്. ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും കിട്ടാൻ വേണ്ടി സംഘപരിവാർ ആവേശത്തിൽ പണിയെടുത്ത് നോക്കി, കിട്ടിയില്ല. ആകെ ഒരു സുരേഷ് ഗോപി ജയിച്ചതേ ഉള്ളൂ. പിന്നെ ജയിച്ചത് മുഴുവൻ വേറെ സ്ഥലത്താണല്ലോ. അപ്പോൾ ക്രിസ്ത്യൻ ആൻഡ് മുസ്ലിം മെജോറിറ്റിയുള്ള സ്ഥലങ്ങളിൽ വിജയിക്കത്തില്ല. ആ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ എത്ര പണിയെടുത്തിട്ടും കാര്യമില്ല എന്ന് സംഘപരിവാറിന് അറിയാമെന്ന് വെച്ചാൽ ആ കോൺസ്റ്റിറ്റ്യുവൻസിയുടെ മാത്രം മുന്നണിയാണെന്നുള്ള അർത്ഥമാണത്. കേരളത്തിൽ CPM പറയാൻ പാടില്ലാത്ത അപകടകരമായ, അപക്വമായ, വംശീയ സ്വഭാവമുള്ള രാഷ്ട്രീയം അത് പറഞ്ഞു തുടങ്ങിയതിന്റെ അപകടത്തെക്കുറിച്ചാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മുഴുവൻ സംസാരിച്ചുകൊണ്ടിരുന്നത്. അതിന് കുറെ പേര് വിമർശനമായിട്ട് വന്നു. അന്ന് ഈ CPM എടുക്കുന്ന സ്റ്റാൻഡിനെ നമ്മൾ വിമർശിച്ചപ്പോൾ അതിനെ കുഴപ്പമായിട്ട് കാണുന്ന ആൾക്കാർ ഇത് വിശദീകരിക്കട്ടെ. അതായത് CPIM-ന്റെ നയപരിപാടിയിൽ കുഴപ്പമുണ്ട് എന്ന് പറഞ്ഞതിന് അനാവശ്യമായിട്ട് CPM-നെ തകർക്കാൻ ശ്രമിക്കുകയാണ്. CPM സംഘപരിവാർ പാളയത്തിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണെന്നൊക്കെ പറഞ്ഞവരുണ്ടല്ലോ. ഈ പറഞ്ഞ പിന്നെ സംഘപരിവാർ വർത്താനല്ല, പിന്നെ എന്താണ്? CPIM-നെ സംഘപരിവാർ പാളയത്തിലേക്ക് കൊണ്ടുപോകാൻ ചില ആളുകൾ ആസൂത്രിതമായി ശ്രമിച്ചു എന്ന് വിമർശനം ഉന്നയിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. അവർ പറയട്ടെ, ഈ പറഞ്ഞ പിന്നെ എന്താണെന്ന്. CPIM-ന്റെ നേതാവ് പറയേണ്ട, ഒരു മാർക്സിസ്റ്റ് പറയേണ്ട വർത്താനാണോ എന്ന് KK രാഗേഷ് പറഞ്ഞിരിക്കുന്നത്? ആ KK രാഗേഷ് കഴിഞ്ഞ ദിവസം പറഞ്ഞ വർത്താനത്തെ പിണറായി വിജയൻ എൻഡോസ് ചെയ്തു, അല്ലെങ്കിൽ പിണറായി വിജയനെ സംരക്ഷിച്ച് വർത്താനം പറഞ്ഞു. ഇതിനെയും പിണറായി വിജയൻ നാളെ സംരക്ഷിച്ച് വർത്താനം പറഞ്ഞേക്കാം. അതാണ് ഞാൻ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം. കോർ ഏരിയയിൽ പണിയെടുക്കാതെ നിങ്ങൾ ഏത് ED സമരത്തിൽ പങ്കെടുത്തിട്ട് ഒരു കാര്യമില്ല. നിങ്ങളുടെ ട്രസ്റ്റ് നഷ്ടപ്പെട്ടത്. കേരളത്തിൽ നിങ്ങൾ നിലനിൽക്കണമെങ്കിൽ എല്ലാ ജനവിഭാഗങ്ങളുടെയും പിന്തുണ നിങ്ങൾക്ക് വേണം. നിങ്ങളുടെ പാർട്ടിയിൽ അംഗങ്ങളായിട്ടുള്ള ആൾക്കാരുടെ എണ്ണവും ഡെമോഗ്രഫിയും നോക്കിയാൽ പോരാ, ഈ കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും വിശ്വാസവും പിന്തുണയും വോട്ടും ഉണ്ടെങ്കിൽ നിങ്ങൾ ഭരിക്കൂ. ആ പ്രശ്നം നിങ്ങൾ പരിഹരിക്കണമെങ്കിൽ ആ പ്രശ്നത്തിൽ വർക്ക് ചെയ്യണം. ആ പ്രശ്നത്തിൽ വർക്ക് ചെയ്യാതെ ഇപ്പോഴും UDF-ന് മേൽ മതതീവ്രവാദത്തിന്റെയും അല്ലെങ്കിൽ ന്യൂനപക്ഷ വർഗീയതയുടെയും ചാപ്പയടിക്കുക, ഞങ്ങളുടേതൊരു ഹിന്ദു പാർട്ടിയാണെന്ന് പറയുക, ആ പാർട്ടിയിൽ നിന്ന് BJP-യിലേക്ക് ആളുകൾ പോകാൻ സാധ്യതയുണ്ട് എന്നുള്ള സങ്കടം പറഞ്ഞു നടക്കുക. അങ്ങനെ നിങ്ങൾ ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ പോകുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞത് ഇതാണ്. ഇന്ന് പിണറായി വിജയൻ, ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റിലേക്ക്, ഞാൻ ആദ്യത്തെ എപ്പിസോഡിൽ പറഞ്ഞതിലേക്ക് ഞാൻ വീണ്ടും ഇതിലേക്ക് ഞാൻ വരികയാണ്. ഇന്നത്തെ സംഭവം കൊണ്ട് CPM ആകെ ഉണർന്നെഴുന്നേറ്റോ എന്ന് ചോദിക്കാൻ എല്ലാവരും. ഉണർന്നെഴുന്നേറ്റിട്ടില്ല എന്ന്. CPM അതിന്റെ ഏറ്റവും വിഷലിപ്തമായ വഴിയിൽ ഒരിടത്ത് കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നതിന്റെ സൂചനയാണ് ഇന്ന് ഇതേ വിഷയത്തിൽ സംസാരിച്ച KK രാഗേഷിന്റെ വായിന്നു വന്ന വർത്താനം. ആ നിലപാടും ആ വിഷനും ആ കാഴ്ചപ്പാടും കയ്യിൽ വെച്ചുകൊണ്ട് KK രാഗേഷ് വിചാരിച്ചാൽ കണ്ണൂരിൽ പാർട്ടി വളരാൻ പോകുന്നില്ല, കേരളത്തിലും പാർട്ടി തിരിച്ചു വരാൻ പോകുന്നില്ല. സോ നിങ്ങൾ പരിഹരിക്കേണ്ട പ്രശ്നമുണ്ട്. കേരളം ഒരു മതനിരപേക്ഷ മണ്ണാണ്. ഇവിടെ എല്ലാ ജാതിയും എല്ലാ മതവിഭാഗങ്ങളുണ്ട്. എല്ലാവരുടെയും പിന്തുണയില്ലാതെ ഒരു മുന്നണി ഇവിടെ ജയിക്കത്തില്ല, ഒരു പ്രധാനപ്പെട്ട മുന്നണിയും ജയിക്കത്തില്ല. അത് ഉറപ്പാക്കാനുള്ള പണിയുണ്ടെങ്കിൽ എടുക്കുക. ഈ വക വർത്താനം പറഞ്ഞ ആൾക്കാരോട് മാറി നിൽക്കാൻ പറയാതെ, തിരുത്തുന്നു എന്ന സന്ദേശം കൊടുക്കാതെ, ഈ വക തിരുവനന്തപുരത്തും കണ്ണൂരിലും കോഴിക്കോടും ഒക്കെ നമ്മൾ കണ്ടുള്ള ഈ സമരങ്ങൾ കൊണ്ട് സമരം ഞങ്ങൾ തെരുവിലിറങ്ങി നിറഞ്ഞു നിൽക്കുന്നു CPM-മാർ എന്നതുകൊണ്ട് CPM തിരിച്ചു വന്നു എന്നൊന്നും കണക്കൂട്ടുണ്ട്. അങ്ങനൊന്നും അല്ല. ജനം എല്ലാത്തിനെയും കാണുന്നുണ്ട്. നിങ്ങൾ വഴിയിലിറങ്ങി കുറെ സമരം ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് നാളെ വോട്ടിതൊക്കെ തീരുമാനിക്കില്ല. നിങ്ങൾ ഫിക്സ് ചെയ്യേണ്ട പ്രശ്നങ്ങളുണ്ട്, അത് നിങ്ങൾ ഫിക്സ് ചെയ്യണം. ഫിക്സ് ചെയ്യാൻ പറ്റാത്ത വിധം കുഴപ്പത്തിലാണെന്നാണ് ഇന്ന് KK രാഗേഷിന് പറഞ്ഞത് നമുക്ക് മനസ്സിലായത്. ഒറ്റ കാര്യം ഇവിടെ മനസ്സിലായി. അപ്പോൾ ഈ പറയുന്ന രാഗേഷിന്റെ പ്രസ്താവനകൾ ഏറ്റവും കൂടുതൽ ഓടിക്കളിക്കുന്നത് സംഘപരിവാർ വാട്സാപ്പ് ഗ്രൂപ്പുകളിലാണെന്ന് തോന്നുന്നു. അന്നത്തെ പ്രസ്താവന ഏറ്റവും ആദ്യം ഫേസ്ബുക്കിൽ അത് റീപോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഒരു RSS നേതാവായിരുന്നു. ഇന്ന് അദ്ദേഹത്തിന്റെ പ്രസ്താവന ഫേസ്ബുക്കിൽ ഇട്ടിരിക്കുന്നത് ആ വിവാദ യൂട്യൂബറും കൂടിയാണ്.
ഏറ്റവും കൂടുതൽ വിദ്വേഷം കേരളത്തിൽ പ്രചരിപ്പിക്കുന്ന ബി.ജെ.പിക്ക് വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഹെയ്റ്റ്യൂബറാണ് ഇന്നിപ്പോ ഞാൻ എത്രയോ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് എന്ന് നിലത് ഷെയർ ചെയ്തിരിക്കുന്നത്. സോ ഇത് മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് കൈയടിക്കുന്നത് സംഘപരിവാരമാണ് ഈ പറഞ്ഞ വർത്താനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ എവിടെ വരെ പോകുന്ന ആ പാർട്ടി ആരോഗ്യട്ടെന്ന് ഞാൻ പറയാം. അതെ, അതാണ് തിരിച്ചു വരും എന്ന് വെറുതെ പറഞ്ഞാൽ പോരാ, തിരുത്താൻ തയ്യാറാകണം. നിങ്ങൾ വർഗീയത പറഞ്ഞ വോട്ട് തേടാൻ ശ്രമിച്ചു, പരാജയപ്പെട്ടു. ജനം ബാലറ്റിലൂടെ മറുപടി നൽകി നിങ്ങളെ പ്രതിപക്ഷത്തിരുത്തി. ഇനിയും തിരുത്താൻ തയ്യാറായില്ല എങ്കിൽ തിരിച്ചുവരവ് അസാധ്യമായിരിക്കും.